വേഷധാരണ നൽകാനാണ് പുഷ്പം വാങ്ങുന്നത് എങ്കിലും അതിൻ്റെ പരിമളവും ഭംഗിയും ആദ്യം ആസ്വദിക്കുന്നത് നമ്മളാണ്. അതുപോലെ നിഷ്കാമ സേവനത്തിലൂടെ നമ്മുടെ മനസ്സാണ് വിശാലമാകുന്നത്. നമ്മളാണ് ആനന്ദം അനുഭവിക്കുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുൻപേ അയലത്തുകാർക്ക് നല്ല ബുദ്ധിയും മനസ്സും നൽകുവാനായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. അമ്മയുടെ വാക്കുകളിലൂടെ പരമമായ ആനന്ദം അറിയുവാനാകട്ടെ നമുക്ക്. ഇന്ന് നാം ദർശിക്കാനെത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വെണ്ണലയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനവും മഹിമാപൂർണവുമായ വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഭക്തരുടെ പ്രിയപ്പെട്ട തൈക്കാട്ടപ്പനായി അനുഗ്രഹം ചൊരിയുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ അതിപുരാതന ശിവക്ഷേത്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്നു. പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ. 2000-ലേറെ വർഷങ്ങളുടെ പാരമ്പര്യം പേറുന്ന ഈ ക്ഷേത്രം ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആത്മീയതയുടെയും കേന്ദ്രമാണ്. വെണ്ണലയുടെ കിഴക്കൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ സ്വയംഭൂ കിരാതമൂർത്തിയായ മഹാദേവനാണ്. ചന്ദനം കിരാതരൂപത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന ഭഗവാൻ ശിവൻ തന്റെ ശാന്തവും തേജസ്സുറ്റതുമായ രൂപത്തിലൂടെ അനേകരുടെ മനസ്സിൽ ഭക്തി നിറയ്ക്കുന്നു. പുലരിയുടെ ആദ്യ നിമിഷങ്ങളിൽ ലഭിക്കുന്ന നിർമാല്യ ദർശനം അതീവ പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു. പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചിക. ശൈവ വൈഷ്ണവ സങ്കല്പങ്ങളുടെ മനോഹരമായ സംഗമമാണ് ഈ ക്ഷേത്രം. താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ ശ്രീ. അനാദികാലം മുതൽ ഭക്തരുടെ വിശ്വാസത്തിന്റെയും പ്രാർത്ഥനകളുടെയും സാക്ഷിയായി നിലകൊള്ളുന്ന വെണ്ണല ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്നും ആത്മീയതയുടെ സ്തംഭമായി ദീപസ്തംഭമായി പ്രകാശിക്കുകയാണ്. വിശ്വേശ്വരായ നരകാർണവതാരണായ തൈക്കാട്ടപ്പന്റെ അനുഗ്രഹം ഏവർക്കും ലഭിക്കട്ടെ. ഓം നമഃ ശിവായ. കർപ്പൂരകാന്തിധവളായ ജടാധരായ ദാരിദ്ര്യദുഃഖദഹനായ നമഃ ശിവായ. അധ്യാത്മരാമായണ അനുവാദം ചെയ്യുന്നതിൻ്റെ ആരംഭത്തിൽ മംഗളാചരണങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ചെയ്ത് മഹിതമായൊരു സമ്പ്രദായത്തെ നമ്മുടെ മുമ്പിൽ കാണിക്കുക കൂടിയാണ് നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ. അവിടെ സകല ദേവഗണങ്ങളെയും ഋഷിഗണങ്ങളെയും വന്ദിച്ചു, ഇഷ്ടദേവതാ വന്ദനം ചെയ്തു. തുടർന്ന് കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ജയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ഇവിടെ ശാസ്ത്രരചനയാണ് ആരംഭിക്കുന്നത്.
നന്മറ നേരായ രാമായണം. ആ രാമായണം തന്നെ ഭക്തി, വേദാന്ത, ശാസ്ത്ര സമാഹാരം എന്ന രീതിയിലാണ് അധ്യാത്മരാമായണമായി ചെയ്തിട്ടുള്ളത്. അതിനെയാണ് അനുവാദം ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ദേവതകളും ഋഷിമാരും കൂടാതെ എല്ലാ ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവണം. അതുകൊണ്ട് എല്ലാ ഗുരുനാഥന്മാരെയും ഇവിടെ വന്ദിക്കുകയാണ്. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ വിദ്യാപ്രചരണത്തിന് കാരണഭൂതന്മാർ ബ്രാഹ്മണന്മാരാണ്. ബ്രാഹ്മണരെന്നാൽ വേദജ്ഞന്മാർ. ബ്രഹ്മശബ്ദത്തിന് വേദമെന്നർത്ഥം. തദധീതേ തദ്വേദ, അതിനെ അറിയുന്നു, അതിനെ പഠിക്കുന്നു എന്ന അർത്ഥത്തിൽ വേദത്തെ പഠിക്കുന്നവർ, തദ്വര പഠിപ്പിക്കുന്നവർ, വേദത്തെ അറിഞ്ഞവർ, അവരെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. അങ്ങനെയുള്ളതായ ബ്രാഹ്മണരാണ് ഈ ശാസ്ത്ര സമ്പ്രദായത്തിന് കാരണഭൂതന്മാർ. അറിഞ്ഞവർ അറിയിക്കാതെ ഒളിപ്പിച്ച് വെച്ചിരുന്നെങ്കിൽ ഒരിക്കലും ശാസ്ത്രം ലോകത്തിൽ പ്രചരിക്കില്ലായിരുന്നു. അറിഞ്ഞവർ അറിയിച്ചതുകൊണ്ടാണ് പരമ്പരാഗതമായി ശാസ്ത്രം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ കാരണഭൂതർ വിദ്വാൻമാർ തന്നെയാണ്. ശാസ്ത്രത്തെ, വേദത്തെ സംരക്ഷിച്ച് പ്രചരിപ്പിച്ച വിദ്വാൻമാർ. അങ്ങനെ കാരണഭൂതന്മാരായ ബ്രാഹ്മണരുടെ, വിദ്വാൻമാരുടെ ചരണാരുണാംബുജലീനപാംസു സഞ്ചയം, അരുണങ്ങളായ ചമന്ന പാദപത്മങ്ങളിൽ, പാദ അംബുജങ്ങളിൽ, ഇപ്പോൾ ഗുരുനാഥന്മാരുടെ പാദങ്ങളെ താമരയായിട്ട് കൽപ്പിച്ചു. ആ പാദതാമരകളിൽ, പാദകമലങ്ങളിൽ പറ്റിക്കിടക്കുന്ന പാംസു സഞ്ചയം, പൊടി, ഗുരുനാഥന്മാരുടെ പാദരേണുക്കൾ, അവിടുത്തെ പാദങ്ങളിലുള്ള പൊടിപടലങ്ങൾ, ആ പൊടിപടലങ്ങൾ മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത്, ചേതോദർപ്പണം, ചേതസ്സാകുന്ന ബുദ്ധിയാകുന്ന ദർപ്പണം, കണ്ണാടി, സത്യത്തെ താൻ ഉണ്ടാക്കുകയല്ല, രാമചരിത്രം താൻ ഉണ്ടാക്കുകയല്ല, സത്യം സ്വതസിദ്ധമാണ്, രാമചരിതം ഉള്ളതാണ്. ആ സത്യത്തെ, ആ രാമചരിതത്തെ ഒരു ദർപ്പണത്തിലൂടെ പ്രകാശിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കുന്നത് പോലെ സജ്ജന ഹൃദയങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് താൻ ചെയ്യുന്നത്. അത് ശരിയായി ശുദ്ധമായി പ്രകാശിക്കണമെങ്കിൽ, അഥവാ ലോകത്തിന് നൽകാൻ സാധിക്കണമെങ്കിൽ, തൻ്റെ ബുദ്ധിയാകുന്ന, അന്ധക്കരണമാകുന്ന കണ്ണാടി ശുദ്ധമായിരിക്കണം. അപ്പോൾ തൻ്റെ അന്ധക്കരണമാകുന്ന, ബുദ്ധിയാകുന്ന കണ്ണാടി ശുദ്ധമായാൽ മാത്രമേ സത്യം സ്വതസിദ്ധമാണെങ്കിലും അതിനെ ലോകത്തിന് പകർന്നു നൽകാൻ കഴിയൂ. രാമചരിതം സ്വതസിദ്ധമാണെങ്കിലും അതിനെ ലോകത്തിന് പകർന്നു നൽകാൻ കഴിയൂ. അതുകൊണ്ട് എൻ്റെ ചേതസാകുന്ന ദർപ്പണത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും നീക്കി ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ശോധന ചെയ്യുന്നതിന്, ശുദ്ധീകരിക്കുന്നതിന്, മാലിന്യങ്ങളെല്ലാം നീക്കി ശുദ്ധമാക്കുന്നതിന് ആവോളം, എന്നാൽ കഴിയുന്നത്ര പരമാവധി ശരീര വാങ് മനസ്സുകളെ കൊണ്ട് പൂർണ്ണമായും ഞാനിതാ വന്ദിക്കുന്നു ബ്രാഹ്മണന്മാരെ, വിദ്വാൻമാരെ, ദ്വിജശ്രേഷ്ഠന്മാരെ ഞാനിതാ വന്ദിക്കുന്നു. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു. വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ. ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം വേദജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. ജഗന്മയനായ ഭഗവാനും ആധാരം വേദമാണ്. ഭഗവാൻ കുടികൊള്ളുന്നത്, നിലകൊള്ളുന്നത് വേദത്തിലാണ്, അറിവിലാണ്. അപ്പം ജഗന്മയനായ, ജഗരക്ഷകനായ ഭഗവാൻ വേദത്തിൽ നിലകൊള്ളുന്നു.
അങ്ങനെയുള്ള വേദം ഗുരുനാഥൻ ഉപദേശിച്ചു, ലോകത്തിനായിക്കൊണ്ട് ഉപദേശിച്ചു. ആ ഗുരുനാഥൻ്റെ പരമ്പര, ഗുരുജനങ്ങളുടെ പരമ്പര, ജഗന്നാഥനും ആശ്രയഭൂതമായ വേദത്തെ സമൂഹത്തിന് പ്രചരിപ്പിക്കുന്നതായ പരമ്പര. അതാണ് ബ്രാഹ്മണർ, വിദ്വാൻമാർ. അതാണ് പറയുന്നത്, ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താൻ അരുൾ ചെയ്തു. വേദമാണ് ഈശ്വരനും പ്രമാണത്തെ നൽകുന്നത്. ഈശ്വരനെയും പ്രമാണീകരിക്കുന്നത് വേദം തന്നെ. ശാസ്ത്രയോനിത്വാദ് എന്ന് ബാദരായണ മഹർഷി തന്നെ പറയും. ഒന്ന്, സർവശാസ്ത്രങ്ങളുടെയും ഉദ്ഭവസ്ഥാനം ഭഗവാനാണ്. രണ്ട്, ബ്രഹ്മതത്വം ശാസ്ത്രത്താൽ സിദ്ധമാക്കപ്പെടുന്നതാകുന്നു, ശാസ്ത്രത്താൽ ബോധിക്കപ്പെടുന്നതാകുന്നു. അതുകൊണ്ട് പരമാത്മാവിനും ആധാരഭൂതമായത്, പരമാത്മബോധത്തെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് നിസ്സംശയം പറയാം വേദമാണ്. ആ വേദത്തെ ഉപദേശക്രമത്തിലൂടെ പ്രചരിപ്പിക്കുന്നവരായ വിദ്വാൻമാർ, ബ്രാഹ്മണന്മാർ, അവരാണ് ഈ കാണാകുന്ന ഭൂദേവപ്രവരന്മാർ. ഭൂദേവപ്രവരന്മാർ, ബ്രാഹ്മണോത്തമന്മാർ. വിദ്യ കൊണ്ടാണ് ഏറ്റവും ഉത്തമന്മാരാവുന്നത്. ഇവിടെ ശുദ്ധമായ അർത്ഥത്തിൽ ഇത് മനസ്സിലാക്കേണ്ടതാണ്. വിദ്യ കൊണ്ടാണ്, അല്ലാതെ ജന്മം കൊണ്ടോ പൂണുനൂലിട്ടത് കൊണ്ടോ ഒരാൾ ഭൂദേവനോ പ്രവരനോ ബ്രാഹ്മണനോ ആവില്ല. മറിച്ച് വേദത്തെ അറിഞ്ഞ്, വേദത്തെ അറിയിച്ച് ആ വേദപ്രചരണ പരമ്പരയുടെ കണ്ണിയാകുമ്പോഴാണ് ഒരാൾ ബ്രാഹ്മണനാകുന്നത്. അത് ശുദ്ധമായി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയുള്ള ബ്രാഹ്മണോത്തമന്മാർ അവരാരാണ്? തദ്വരശാപാദികൾ. തദ്വരശാപാദികൾ, വരം നൽകാനും ശാപം നൽകാനും ശക്തിയോടുകൂടിയവർ, നിഗ്രഹാനുഗ്രഹ ശക്തികളോടുകൂടിയവർ. ജ്ഞാനിയായിരിക്കുന്നൊരു മഹാത്മാവിന്, വേദജ്ഞനായിരിക്കുന്നൊരു മഹാത്മാവിന് അനുഗ്രഹിക്കാനും കഴിയും, നിഗ്രഹിക്കാനും കഴിയും. അവിടുത്തെ ഓരോ പ്രീതിയും വരരൂപമായിട്ട് വരും, അവിടുത്തെ ഓരോ അപ്രീതിയും ശാപരൂപമായിട്ടും വരും. അവിടുന്ന് ആരെ ശപിച്ചാലും ഇല്ലെങ്കിലും, ആരെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും, അങ്ങനെ ആരുടെ സങ്കല്പത്തിലെ ശുഭാശുഭ ഭാവങ്ങൾ തന്നെ വരമായും ശാപമായും വരുമോ അവരെയാണ് ഇവിടെ വരശാപാദികൾ, തദ്വരശാപാദികൾ. വരത്തെയും ശാപത്തെയും നൽകാൻ ശക്തരായിട്ടുള്ള ബ്രാഹ്മണോത്തമന്മാർ, അവരെ ഞാനിതാ വന്ദിക്കുന്നു. എന്തിനാണ് വന്ദിക്കുന്നത്? ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്ത് ശോധനം ചെയ്യുവാൻ ഞാനിതാ ബ്രാഹ്മണോത്തമന്മാരായ വിദ്വാൻമാരെ ആവോളം വന്ദിക്കുകയാണ് എന്ന് പറഞ്ഞ് എല്ലാ വിദ്വാൻമാരെയും നമസ്കരിക്കുന്നു. ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും വാത്മീകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഭഗവാൻ നാരായണൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അവതാരങ്ങൾ, ഒന്ന് രാമാവതാരം, 2 കൃഷ്ണാവതാരം. രാമാവതാരം സംഭവിക്കുന്നത് ത്രേതായുഗത്തിലാണ്, കൃഷ്ണാവതാരം സംഭവിക്കുന്നത് ദ്വാപരയുഗത്തിലാണ്. ഈ 2 യുഗങ്ങളിലും അതിനു മുമ്പും ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തും നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരു കഥാപാത്രം രാമായണത്തിലുണ്ട്. അതാണ് ജാംബവാൻ. നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, ജാംബവാന്റെ കാലത്ത് തൊട്ട് എന്ന്. അത് ആ രാമായണത്തിലെ കഥാപാത്രത്തിന്റെ പ്രാധാന്യം ഇന്നും നമ്മുടെ സമൂഹം എത്രത്തോളം ഉൾക്കൊള്ളുന്നു, അദ്ദേഹത്തിന്റെ കാലപ്പഴക്കം എത്രത്തോളം നാം ഉൾക്കൊള്ളുന്നു എന്ന് കാണിക്കുന്നു. രാമായണത്തിലെ ജാംബവാൻ അത് ഒരു ആൾക്കുരങ്ങാണെന്നും ഒരു കരടിയാണെന്നും 2 പ്രക്ഷിപ്തങ്ങൾ പറയാറുണ്ട്. എന്തു തന്നെയായാലും രാമസൈന്യത്തിന്റെ വളരെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു ജാംബവാൻ. ജാംബവാൻ ഒരു വൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കഴിവുകൾ, അദ്ദേഹം വലിയ ബലശാലിയാണ്. ജാംബവാന്റെ ശക്തി ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തക്ക ഉള്ളതാണ്. 2, അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം എല്ലാ തരത്തിലുള്ള തടസ്സങ്ങളെയും മാറ്റി അറിവ് പ്രദാനം ചെയ്യാൻ തക്ക വിലയുള്ളതാണ്.
അതുകൊണ്ട് തന്നെ രാമായണത്തിൽ ജാംബവാന്റെ പ്രാധാന്യം വരുന്ന സന്ദർഭങ്ങൾ നാം എടുത്ത് പരിശോധിക്കുമ്പോൾ നിരവധിയായിട്ടുള്ള സന്ദർഭങ്ങൾ നമുക്ക് പരിചയപ്പെടാമെങ്കിലും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള 2 ഉദാഹരണങ്ങളാണ് ഇന്ന് വാത്മീകത്തിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തനായിട്ടുള്ള കഥാപാത്രം ആരാണ് എന്ന ചോദ്യത്തിന് നമുക്കെല്ലാവർക്കും ഒറ്റ ഉത്തരമേ ഉണ്ടാവുള്ളൂ. അത് ഹനുമാൻ സ്വാമിയാണ്, ആഞ്ജനേയനാണ്. സീതാന്വേഷണത്തിനായി തെക്കു ഭാഗത്തേക്ക് പോകുന്ന വാനര സൈന്യത്തിനൊപ്പം പോകുന്ന ആളാണ് ഹനുമാൻ സ്വാമി. ഒരു സമുദ്രതീരത്തിരുന്ന് ഇവരെല്ലാവരും സംസാരിക്കുന്ന ഒരു രംഗം രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പല വാനരന്മാരും പറയുന്നുണ്ട്, എനിക്ക് ഇത്ര യോജന ചെയ്യാൻ സാധിക്കും, ഇത്ര ദൂരം തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ള രീതിയിലൊക്കെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി തൻ്റെ കഴിവുകളൊന്നും തിരിച്ചറിയാതെ, തൻ്റെ ബലം എന്തെന്ന് തിരിച്ചറിയാതെ മാറി നിന്ന് വിഷമിക്കുന്ന ഒരു ഹനുമാനെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. ആ സന്ദർഭത്തിലാണ് അങ്ങനെ ദുഃഖിച്ചിരിക്കുന്ന ഹനുമാന്റെ അടുത്തേക്ക് ജാംബവാൻ എത്തുകയും അദ്ദേഹത്തിൻ്റെ പൂർവ്വകഥ, ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ സൂര്യനെ ഒരു ഫലമാണ് എന്ന് കരുതി അത് ചാടിപ്പിടിക്കാൻ പുറപ്പെട്ടവനാണ് നീ, നിനക്ക് ഈ ദൂരമൊക്കെ നിഷ്പ്രയാസം ചാടിക്കടക്കാൻ സാധിക്കും, നീ അത്യന്തം ബലവാനാണ് എന്ന രീതിയിൽ ഹനുമാൻ സ്വാമിക്ക് തൻ്റെ പൂർവ്വസ്മൃതി വരുത്തി തൻ്റെ ബലം എന്തെന്ന് തിരിച്ചറിയിച്ച് ആ സേതുബന്ധനത്തിന് മുൻപായി ലങ്കയിലേക്കുള്ള ചാട്ടം, ഹനുമാന്റെ ചാട്ടം സംഭവിക്കുന്നത് ജാംബവാൻ കൊടുക്കുന്ന ഒരു ധൈര്യത്തിൽ, ജാംബവാൻ നൽകുന്ന അറിവിൽ നിന്നാണ്. രണ്ടാമത്തെ സന്ദർഭം, ഇന്ദ്രജിത്തിന്റെ അസ്ത്രമേറ്റ് ബോധരഹിതനായി കിടക്കുന്ന സാക്ഷാൽ ലക്ഷ്മണസ്വാമിയെ എങ്ങനെ രക്ഷിക്കണം എന്ന് രാമസൈന്യം മുഴുവൻ ആലോചിക്കുന്ന സമയത്ത് മൃദുസഞ്ജീവനി എന്ന ഒരു അമൂല്യമായിട്ടുള്ള ഔഷധമുണ്ടെന്നും അത് ഏത് ദിക്കിലുണ്ടെന്നും അതെങ്ങനെ കൊണ്ടുവരണമെന്നും തുടങ്ങിയിട്ടുള്ള ഉപദേശങ്ങൾ ആ സൈന്യത്തിന് നൽകി അവിടെ വെച്ച് ഹനുമാൻ സ്വാമി സ്വയം മരുത്വാമല അല്ലെങ്കിൽ മൃദുസഞ്ജീവനി കൊണ്ടുവരാൻ പുറപ്പെട്ടു എന്നൊക്കെ നമുക്കറിയാം. ഈ മരുത്വാമലയെക്കുറിച്ച്, മൃദുസഞ്ജീവനിയെക്കുറിച്ച്, ഈ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് രാമസൈന്യത്തിന് ഉപദേശം നൽകുന്നത് ഈ ജാംബവാനാണ്. അപ്പോൾ ഏതൊക്കെ പ്രതിസന്ധികൾ രാമസൈന്യം അഭിമുഖീകരിച്ചിട്ടുണ്ടോ ആ സമയത്തൊക്കെ തന്നെ ഒരു ഗുരുവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് വഴി കാണിക്കാൻ, ധൈര്യം നൽകാൻ മുന്നിട്ട് വരുന്ന കഥാപാത്രമായിട്ടാണ് ജാംബവാനെ നാം കാണുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു രീതിയിൽ നാം ജാംബവാനെ പരിശോധിക്കുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള മനുഷ്യരാണ് സ്വന്തം കഴിവെന്തെന്നറിയാതെ, സ്വന്തം ബലം എന്തെന്നറിയാതെ ഇപ്പോഴും നാം പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ള വിഷാദ രോഗം പോലുള്ള അവസ്ഥയിൽ പോലും കഴിയുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യരെയാണ് ഇന്ന് നമ്മുടെ കാലഘട്ടം നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെയൊക്കെ തന്നെ ഒരു ജാംബവാന്റെ അസാന്നിധ്യം നാം കാണുന്നുണ്ട്. ജാംബവാനെ പോലെ ഒരാളുണ്ടായിരുന്നെങ്കിൽ, സ്വന്തം കഴിവെന്തെന്ന് പറഞ്ഞു മനസ്സിലാക്കാനുള്ള അറിവും പാണ്ഡിത്യവും ഉള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നിരവധിയായിട്ടുള്ള മനുഷ്യർക്ക് അവർ അനുഭവിക്കുന്ന വിഷമതകളിൽ നിന്നും തരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഏതൊക്കെ സമയത്ത് തൻ്റെ സൈന്യം തളർന്നു പോകുന്നുണ്ടോ, ഏതൊക്കെ സമയത്ത് സ്വന്തം ശക്തി അറിയാതെ തൻ്റെ സൈന്യം വിഷമിക്കുന്നുണ്ടോ, അപ്പോഴൊക്കെ ശ്രീരാമചന്ദ്രന് വേണ്ടി ആ സൈന്യത്തെ ഉത്തേജിപ്പിക്കാൻ, തൻ്റെ അറിവ് കൊണ്ട് അവർക്ക് ശരിയായ ദിശ കാണിക്കാൻ സാക്ഷാൽ ജാംബവാൻ മുന്നോട്ട് വന്നിരുന്നു. ഇതേ ജാംബവാനെ നമുക്ക് ദ്വാപരയുഗത്തിൽ കൃഷ്ണാവതാര സമയത്തും കാണാം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സിമന്തകം എന്ന രത്നം അന്വേഷിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജാംബവാന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്റെ ഗുഹയിലേക്ക് എത്തുകയും അവിടെ വെച്ച് അദ്ദേഹവുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നതും ശ്രീരാമ രൂപത്തിൽ ശ്രീകൃഷ്ണൻ ജാംബവാന് ദർശനം നൽകി അദ്ദേഹത്തിന്റെ പുത്രിയായിട്ടുള്ള ജാംബവതിയെ വിവാഹം കഴിച്ചു എന്നും ശ്രീമദ് ഭാഗവതം പറയുന്നു. ജാംബവാനെ പോലുള്ള ഒരു കഥാപാത്രം അല്ലെങ്കിൽ ജാംബവാനെ പോലുള്ള ഗുരുക്കന്മാർ ഇന്നത്തെ തലമുറയിലേക്ക് സംഭാവന ചെയ്താൽ മാത്രമേ നമ്മുടെ യുവത്വത്തിലൂടെ ഒരു യഥാർത്ഥ ഭാരതീയ സംസ്കാരം, യഥാർത്ഥ രാമായണ സംസ്കാരം നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ എന്ന് ജാംബവാന്റെ കഥയിലൂടെ നാം ഉൾക്കൊള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ രാമായണ മാസക്കാലത്തിൽ രാമായണത്തിലൂടെ കടന്നു പോകുന്ന ഓരോ രാമഭക്തരും ജാംബവാനെ പോലുള്ള ഗുരുക്കന്മാരെ എനിക്ക് കിട്ടണേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക. എപ്പോഴൊക്കെ എൻ്റെ മനസ്സ് തളർന്നു പോകുന്നുണ്ടോ, എപ്പോഴൊക്കെ എൻ്റെ ശക്തി അറിയാതെ ഞാൻ വിഷമിച്ചു പോകുന്നുണ്ടോ, ആ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു രൂപത്തിൽ സാക്ഷാൽ ജാംബവാൻ ഒരു ഗുരുവായി എൻ്റെ മുമ്പിൽ വന്ന് എനിക്ക് വേണ്ട ഉപദേശങ്ങൾ തരണേ എന്ന് ശ്രീരാമചന്ദ്രനോട് പ്രാർത്ഥിക്കുക. അതിലൂടെ നമ്മുടെ ബലവും അറിവും ശരിയായ ദിശയിൽ ഉപയോഗിക്കുന്നതിലൂടെ രാമായണ മാഹാത്മ്യം, രാമായണ ധർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും നന്ദി.
4 കന്യകമാരുണ്ടെനിക്ക് കൊടുപ്പാനാ 4 പുത്രന്മാർ ഭവാൻ തനിക്കുമുണ്ടല്ലോ താനും ആകയാൽ 4 കുമാരർക്കും വിവാഹം ചെയ്കിലോ നിരൂപിച്ചാലേതുമേ മടിക്കണ്ട. അതേ മഹാരാജാവേ, യജ്ഞം കഴിഞ്ഞ് ഭൂമി ഉഴുതപ്പോൾ കിട്ടിയത് പെൺകുട്ടിയാണ്. അതുകൊണ്ടാണ് സീത എന്ന് വിളിച്ചത്. ജനകന്റെ മകളായതുകൊണ്ട് ജാനകി എന്നും വിളിച്ചു. മിഥിലാ രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ട് മൈഥിലി എന്നും ചിലർ വിളിച്ചു. ജനക മഹാരാജാവിന് സീത മാത്രമാണോ സന്താനം? അല്ല, ഭൂമിദേവി കനിഞ്ഞു നൽകിയ സീതയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ പത്നിയിൽ പിറന്ന ഒരു മകൾ കൂടിയുണ്ട്, ഊർമിള. രാജർഷിയായ ജനകന്റെ പാണ്ഡിത്യവും മറ്റു ഗുണഗണങ്ങളും അതേപടി ആർജിച്ച കന്യകയാണ് ഊർമിള. അതു നന്നായി. കുലപരമ്പരകളുടെ ചേർച്ചയും കുലീനത്വവും കൊണ്ട് ആ 2 കുമാരിമാരും ഇക്ഷ്വാകു വംശത്തിന് വധുക്കളാകേണ്ടവരാണെന്ന് നമുക്ക് തോന്നുന്നു. സീതയെ രാമൻ വരിക്കുമ്പോൾ ഊർമിളയെ ലക്ഷ്മണൻ വരിക്കുന്നത് ഉചിതമായിരിക്കും. തീർച്ചയായും. അത് മാത്രമല്ല, മറ്റെന്തോ കൂടി സംഭവിക്കാനുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. ശുഭകരമോ അതോ അശുഭകരമോ? ശുഭകരമായതു മാത്രമേ ദിനത്തിൽ സംഭവിക്കാനുള്ളൂ മഹാരാജൻ. പ്രണാമം. ഏവർക്കും പ്രണാമം. ഇത് കുശധ്വജൻ, എൻ്റെ ഇളയ സഹോദരൻ. ഇക്ഷുമതി നദീതീരത്തെ സാംകാശപുരി വാഴുന്നു. മഹർഷി വിശ്വാമിത്രനും വസിഷ്ഠ മഹർഷിക്കും ദശരഥ മഹാരാജാവിനും എൻ്റെ നമസ്കാരം. ശൈവചാപം കുലച്ചൊടിച്ച വീരനെ കാണാനും സീതയുടെ വിവാഹം കൂടാനും വന്നതാണ് ഞാൻ. അങ്ങയ്ക്കും സാംകാശപുരിയിലുള്ള അങ്ങയുടെ കുടുംബത്തിനും ക്ഷേമാശംസകൾ. എൻ്റെ 2 പെൺമക്കളും എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. സീത അവർക്കും സഹോദരിയല്ലേ, മാത്രമല്ല ഏറെക്കുറെ സമപ്രായക്കാരും. ഓ, സീതയുടെ സമപ്രായക്കാരാണല്ലേ? അതു നന്നായി. എങ്കിൽ മഹാരാജൻ, നമുക്ക് വിവാഹ കാര്യങ്ങളിലേക്ക് കടക്കാം. വസിഷ്ഠ മഹർഷേ, അങ്ങേക്കും സമ്മതമല്ലേ? വിവസ്വാന്റെ പുത്രൻ മനുവാണ് ആദ്യത്തെ അയോധ്യാധിപൻ. വിശ്വവിശ്രുതരായ അനേകം ഭൂപാലന്മാർ, ഇക്ഷ്വാകു, ത്രിശങ്കു, യയാതി, അജൻ, അജപുത്രനായ ദശരഥൻ, പിന്നെ രാമൻ. മഹർഷേ, അയോധ്യാധിപന്മാരുടെ വംശകഥനം നടത്തിയ സ്ഥിതിക്ക് നമ്മുടെ വംശത്തെക്കുറിച്ചും പറയുന്നു. നിമിയുടെ പുത്രനായ മിഥിയാണ് മിഥിലാരാജ്യം സ്ഥാപിച്ചത്. കീർത്തിമാന്മാരും ധർമ്മനിരതരുമായ നിരവധി രാജാക്കന്മാർ. അതിൽ റസ്വരോമന്റെ പുത്രനായി ഞാനും കുശധ്വജനും. സന്തോഷം. അങ്ങയുടെ പ്രപിതാമഹന്മാരെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജ്യേഷ്ഠപുത്രനായ രാമന് വേണ്ടി സീതയും ഇളയപുത്രനായ ലക്ഷ്മണന് വേണ്ടി ഊർമിളയെയും വരിക്കുന്നു. മംഗളവാക്യം സ്വീകരിക്കുന്നു. ദശരഥ മഹാരാജാവിന് 4 പുത്രന്മാരാണ്. അതിൽ 2 പേർ മുമ്പേ തന്നെ മിഥിലയിലെത്തി. പിന്നെയുള്ള 2 പേർ ഭരതനും ശത്രുഘ്നനും അവരിപ്പോൾ എത്തിയിട്ടുണ്ട്. കുശധ്വജന്റെ കുമാരിമാരെ കുറിച്ച് കേട്ടപ്പോൾ നമുക്ക് പുതിയൊരാശയം തോന്നുന്നു. എന്താണ് അവരുടെ പേര്? മാണ്ഡവിയും ശ്രുതകീർത്തിയും. ദശരഥ പുത്രന്മാരായ ഭരതൻ മാണ്ഡവിയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയും വരിക്കുന്നതിൽ അങ്ങേക്ക് വിസമ്മതമുണ്ടോ? ഒരിക്കലുമില്ല. ഒരേ കുടുംബത്തിലെ സഹോദരിമാരാണവർ. അവർ ഒരേ കുടുംബത്തിൽ തന്നെ വധുക്കളെ ചേരുന്നതിൽ പരം ചാരിതാർത്ഥ്യം എന്താണുള്ളത്? എങ്കിൽ സീതയ്ക്കും ഊർമിളക്കും
മാണ്ഡവിക്കും ശ്രുതകീർത്തിക്കും ഒരേ വിവാഹവേദിയിൽ മാംഗല്യം. ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും